വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇതുവരെ നിങ്ങൾക്ക് ക്ലച്ചിനെ കുറിച്ച് ആരും തന്നെ പറഞ്ഞു തരാത്ത, ക്ലച്ചിനെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ട്രിക്കാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത് നമ്മൾ ഡ്രൈവിങ്ങിൽ ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ചില സാഹചര്യങ്ങളിൽ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ഗിയർ ഇടണം, പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാലയക്കേണ്ടി വരും. ചില സിറ്റുവേഷനിൽ ക്ലച്ച് പതിയെ ചവിട്ടി ഗിയർ ഇട്ടാൽ മതി. ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നതും പതുക്കെ ആയിരിക്കണം. അത് നമ്മൾ പോകുന്ന റോഡിൻ്റെ സാഹചര്യങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ടും ചെയ്യുന്നത്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വണ്ടി ഫസ്റ്റ് ഗിയറിൽ സ്റ്റാർട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നീട് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഗിയർ കൊടുക്കുമ്പോൾ ക്ലച്ചിൽ എങ്ങനെയാണ് കാല് ഉപയോഗിക്കേണ്ടതെന്നും കാല് റിലീസ് ചെയ്യേണ്ട കറക്റ്റായിട്ടുള്ള ടൈം ഏതാണെന്നും പല ആൾക്കാർക്കും അറിയത്തില്ല. അതുപോലെ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ഈ ഒരു പ്രോബ്ലം ഉണ്ട്. ഫിഫ്ത്തിൽ നിന്ന് ഫോർത്തിലേക്കോ അല്ലെങ്കിൽ ഫോർത്തിൽ നിന്ന് തേർഡിലേക്കോ, തേർഡിൽ നിന്ന് സെക്കൻഡിലേക്കോ, ഫസ്റ്റിലേക്കോ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ക്ലച്ചിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും പല ആൾക്കാർക്ക് സംശയമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം പരിഹരിക്കാനായിട്ടുള്ള കുറച്ച് ട്രിക്കുകൾ ഇന്നത്തെ വീഡിയോ ഡ്രൈവ് ചെയ്ത് കാണിക്കാം. മിസ് ചെയ്യാതെ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ കമന്റ് ബോക്സിൽ എഴുതിയിടണം. ഈ വീഡിയോ മറ്റുള്ള ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഇവിടെ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു ട്രിക്ക് ഞാൻ പറയാം. നമുക്ക് ക്ലച്ച് കറക്റ്റായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെ, അതായത് ഒരു വണ്ടി നമ്മൾ റോഡിൽ ഓടിക്കുമ്പോൾ ഇടത് ചേർന്ന് വണ്ടി ഓടിക്കാനായിട്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെ റോഡിലുണ്ടാകുന്ന ഓരോ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ക്ലച്ചിനെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. അതാണ് നമ്മുടെ മൈൻഡിൽ ഓർക്കേണ്ടത്. അപ്പോൾ ക്ലച്ചിനെ ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യാനായിട്ട് പഠിച്ചാലേ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടെ വ്യക്തമാകും. നമുക്കൊരു വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു വണ്ടിയെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കേണ്ട സാഹചര്യം വരും. ഒന്ന്, ഒരു വാഹനത്തെ നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പതിയെ മുന്നോട്ട് എടുക്കേണ്ട സാഹചര്യം വരും. ഈ രണ്ട് സാഹചര്യത്തിലും ഹാഫ് ക്ലച്ച് പോയിന്റിൽ ക്ലച്ചിനെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് പഠിച്ചാലേ ഒരു വണ്ടി നിർത്തിയെടുക്കുന്ന സമയത്ത് അതിൽ നമുക്ക് എക്സ്പേർട്ട് ആകാനായിട്ട് കഴിയത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ വണ്ടി ബ്രേക്ക് വരുന്നു, ക്ലച്ച് ചവിട്ടുന്നു, വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു, വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇനി ഞാൻ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. ഇനി ഇവിടെ നിങ്ങൾ നോക്കുക, ഞാൻ വണ്ടി പെട്ടെന്ന് എടുക്കാൻ പോവാണ്. പെട്ടെന്ന് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു. ഇനി വീണ്ടും ഒന്നുകൂടെ കാണിക്കാം. നിങ്ങൾ നോക്കുക, വണ്ടി ചവിട്ടി നിർത്തി, വണ്ടി വീണ്ടും മുന്നോട്ടെടുത്തു. വീണ്ടും വണ്ടി ചവിട്ടി നിർത്തി, വീണ്ടും വണ്ടി മുന്നോട്ടെടുത്തു. ഇനി വീണ്ടും നിങ്ങൾ നോക്കുക, പതുക്കെ ഞാൻ എടുക്കുകയാണ്. നിങ്ങൾ നോക്കിയേ, ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് ബാലൻസ് ചെയ്തിട്ട് ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയച്ച് വണ്ടി എടുത്തു. വീണ്ടും വണ്ടിയെ നിർത്താണ്, ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വരുന്നത്. കണ്ടോ? അപ്പൊ ഇവിടെ എന്റെ കാലിന്റെ ബാലൻസ് കണ്ടോ, സ്പീഡിലും പതുക്കെയും ചെയ്തു. അപ്പൊ ഇത് നിങ്ങൾ പഠിക്കണം. അപ്പൊ ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. കൃത്യമായിട്ട് ബ്രേക്കിലും ക്ലച്ചിലും കാല് വരിക, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ഇടത്തെ കാല് ക്ലച്ചിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഉപ്പൂറ്റി ഫ്ലോറിൽ വെക്കാതിരിക്കുക. ആദ്യത്തെ പോയിന്റ്. എന്നിട്ട് എന്ത് ചെയ്യണം, ക്ലച്ചിൽ നിന്ന് കാലയച്ച് നമ്മൾ കറക്റ്റ് ഹാഫ് ക്ലച്ചിന്റെ ബാലൻസ് ചെയ്യേണ്ട പോയിന്റിലേക്ക് നമ്മൾ എത്തുന്നു. ഓക്കെ, എത്തിയാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു കാരണവശാലും ക്ലച്ചിൽ നിന്ന് അവിടെ കാൽ അയക്കാൻ പാടില്ല. എന്ത് ചെയ്യണം, നമ്മൾ ഇവിടുന്ന് പതുക്കെ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുത്തതിന് ശേഷം മാത്രമേ ക്ലച്ചിൽ നിന്ന് കാലയക്കാൻ പാടുള്ളൂ. നിങ്ങൾ നോക്കിയേ, ആക്സിലറേഷൻ ഞാൻ ഇവിടെ കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് കാലയച്ചപ്പോൾ എൻ്റെ വണ്ടി നീങ്ങി. കണ്ടോ? നീങ്ങി. ഇനി വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിലോ വീണ്ടും ഞാൻ ക്ലച്ച് ചവിട്ടി വീണ്ടും ബ്രേക്കിലേക്ക് വന്നപ്പോൾ എനിക്ക് വാഹനത്തെ നിർത്താൻ കഴിഞ്ഞു. അപ്പോൾ വീണ്ടും പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് ആക്സിലറേഷൻ കൊടുത്തോണ്ട് ക്ലച്ച് നയിച്ചു, എൻ്റെ വണ്ടി എടുത്തു. ഇനി നമുക്ക് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഗിയർ ഇടുന്ന സമയത്ത് ക്ലച്ച് എങ്ങനെ ഉപയോഗിക്കണം, ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ക്ലച്ചിൽ എങ്ങനെ കാല് വരണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്തു. ഇനി സെക്കൻഡ് കൊടുക്കുമ്പോൾ ഇവിടെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്ക് ആക്സിലറേഷന്റെ പ്രാധാന്യമാണ്. ആ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടായിരിക്കണം അടുത്ത ഗിയർ ഇടേണ്ടത്. എന്ന് പറഞ്ഞാൽ കയറ്റത്തോടു കൂടിയ ഒരു റോഡിലാണ് നമ്മൾ അടുത്ത ഗിയർ ഇടണം എന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു ചലനം നൽകുക, ആക്സിലറേഷൻ കുറയ്ക്കുക. ഈ സമയത്ത് നേരത്തെ ക്ലച്ചിലേക്ക് കാലെടുത്ത് വെച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ചേർത്തിടുന്നു. ക്ലച്ചിൽ നിന്ന് കാല് പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യാം. ഗിയർ ഇട്ട് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യരുത്, ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് തന്നെ കാലെടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ആക്സിലറേഷന്റെ ഒരു പങ്ക് വളരെ പ്രധാനമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് ആയിക്കോട്ടെ, സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് ആയിക്കോട്ടെ, ഏത് ഗിയറിലേക്ക് ഇട്ടാലും ആക്സിലറേഷൻ ഒരു റോൾ ഉണ്ട്.
ആ റോള് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ട് മാത്രമേ അടുത്ത ഗിയർ ഇടാനായിട്ട് ക്ലച്ച് ചവിട്ടാവുള്ളൂ. എന്നിട്ട് ഗിയർ ഇട്ട് ക്ലച്ച് റിലീസ് പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിന് ഒരു തരത്തിലുള്ള ജെർക്കും ഉണ്ടാകത്തില്ല. സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പം ഞാൻ അത് വീണ്ടും കാണിക്കാം. ഇതേ ഇപ്പം ഇവിടെ റോഡ് സ്ട്രെയിറ്റ് ആയി. ആക്സിലറേഷൻ്റെ പങ്ക് ഞാൻ ആദ്യം ചെയ്യുന്നു. ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി, ആക്സിലറേഷൻ കുറച്ചു, ക്ലച്ച് പിടിച്ചു, തേർഡിലേക്ക് ഇട്ടു, ക്ലച്ച് എന്ന് പെട്ടെന്ന് തന്നെ കാലയച്ചു. കണ്ടോ? എന്നിട്ട് വീണ്ടും നമുക്ക് ആക്സിലറേഷൻ കൊടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇതേ വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് പോകാനായിട്ട് കഴിയും. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ എൻ്റെ കാല് ക്ലച്ച് വന്ന് ഇതേ ഒരു ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡിലേക്ക് ഇട്ട് കൊടുത്തു. കാരണം മറ്റൊന്നുമല്ല, ഇപ്പം ഇവിടുന്ന് ഒരു വാഹനം വരുന്നുണ്ട്, ഇടുങ്ങിയ റോഡാണ്, എൻ്റെ വണ്ടി തേർഡിൽ പോകത്തില്ല. അപ്പം ഞാൻ അഡ്വാൻസ് ക്ലച്ചിലേക്ക് വന്ന് വണ്ടിയുടെ ആ റണ്ണിങ് നിലനിർത്തിക്കൊണ്ട് തന്നെ ക്ലച്ച് ചവിട്ടിയിട്ട് സെക്കൻഡ് ഇട്ടു. അപ്പം ഡൗൺ ചെയ്യുമ്പോൾ ഈ കാര്യം നിങ്ങൾ ഓർക്കണം. ഇപ്പം ഞാൻ നിങ്ങളെ ഒന്നുകൂടെ കാണിക്കാം. ഇപ്പം വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകിയിട്ടാണ് അടുത്ത തേർഡ് ഇടുന്നത്. നിങ്ങൾ നോക്കുക, ക്ലച്ച് ചവിട്ടി തേർഡ് ഇട്ടു, ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തു. ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ മൂവ്മെന്റ്സ് നിലനിർത്തിക്കൊണ്ട് തന്നെ ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് നേരത്തെ ചവിട്ടി പിടിച്ച് ഗിയർ നേരത്തെ തന്നെ ഇടുന്നു, എന്നിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ആക്സിലറേഷൻ കൊടുക്കുന്നു. അപ്പം ക്ലച്ച് പെട്ടെന്ന് ചവിട്ടി ഗിയർ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ക്ലച്ച് ചവിട്ടി ഗിയർ ഇടാനായിട്ട് ശ്രമിക്കണം. റിലീസ് ചെയ്യുന്നത് പെട്ടെന്നായിരിക്കണം, ആക്സിലറേഷൻ കൊടുക്കുന്നതും പെട്ടെന്നായിരിക്കണം. ഇപ്പം നിങ്ങൾ നോക്കുക, സെക്കൻഡ് ഞാൻ ഇങ്ങനെ പോവാണ്. ഇനി എനിക്ക് തേർഡ് കൊടുക്കണം. തേർഡ് കൊടുക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഒരു സ്ട്രെയിറ്റ് റോഡ് നമ്മൾ നോക്കും. അപ്പോൾ ആ സ്ട്രെയിറ്റ് റോഡ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഇവിടെ ഞാൻ ഇങ്ങനെ വരുന്നു, ഇവിടെ മുന്നിലേക്ക് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് വന്നു കഴിഞ്ഞാൽ ആദ്യം ആക്സിലറേഷൻ്റെ റോള് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, തേർഡ് ഇടുന്നു, ക്ലച്ച് എന്ന് കാലയക്കുന്നു. കണ്ടോ? ഇനി വീണ്ടും നമുക്കൊരു സ്ട്രെയിറ്റ് റോഡ് ആണെങ്കിൽ വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, ഫോർത്ത് ഇടുന്നു, ക്ലച്ച് എന്ന് പെട്ടെന്ന് കാലയക്കുന്നു. കണ്ടോ? ഇനി ഗിയർ ഡൗൺ ചെയ്യുമ്പോഴോ റണ്ണിങ് നിലനിർത്തി നേരത്തെ ഡൗൺ ചെയ്യുന്നു. ഇപ്പോൾ അവിടെ ഒരു വളവുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ക്ലച്ച് ചവിട്ടി ഗിയർ ഇടും. നിങ്ങൾ നോക്കിയേ, തേർഡ് കൊടുത്തു, ക്ലച്ച് എന്ന് റിലീസ് ചെയ്തു, വീണ്ടും മെല്ലെ എൻ്റെ കാല് വന്നു. ഈ തേർഡ് ഗിയർ വന്നുകൊണ്ട് ഇനി എനിക്ക് വളവ് ഇങ്ങനെ തേർഡ് ഗിയറിൽ ഇങ്ങനെ തിരിഞ്ഞ് കയറി പോകാം. ഇങ്ങനെ കയറി പോകുമ്പോൾ ഇവിടെ ഒരു കയറ്റമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ റണ്ണിങ് നിലനിർത്തി നേരത്തെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുക്കുന്നു, ക്ലച്ച് എന്ന് പെട്ടെന്ന് കാലയക്കുന്നു, വീണ്ടും പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ വണ്ടി ഈ റണ്ണിങ് നിലനിർത്തിക്കൊണ്ട് ഗിയർ ഡൗൺ ചെയ്ത് പോകാനായിട്ട് കഴിയും. അപ്പോൾ ഡൗൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? റണ്ണിങ് നിലനിർത്തി നേരത്തെ ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഇവിടെ ഞാൻ ആക്സിലറേഷൻ കൊടുക്കാനായിട്ട്, അതായത് തേർഡ് ഗിയർ കൊടുക്കാനായിട്ട് റെഡി ആകുന്ന സമയത്ത് തന്നെ പതിയെ എൻ്റെ ഇടത്തെ കാലെടുത്ത് ക്ലച്ച് പെഡലിന്റെ മേളിൽ വെക്കുക. നിങ്ങൾക്ക് പഠിക്കുന്നവർക്ക് ഒരു ട്രിക്കാണ് പറഞ്ഞത്. ഇടത്തെ കാലെടുത്ത് ക്ലച്ച് പെഡലിന്റെ മേളിൽ ഇങ്ങനെ വെക്കുക, ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കി, ആക്സിലറേഷൻ കുറച്ചു, അപ്പം ക്ലച്ച് ചവിട്ടി, തേർഡ് ക്ലച്ച് റിലീസ് ചെയ്തു, വീണ്ടും ആക്സിലറേഷൻ. കണ്ടോ? ആ ഒരു ട്രിക്ക് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇപ്പം ഫോർത്തിലേക്ക് ഇടണം. ഞാൻ എന്ത് ചെയ്യുന്നു? ക്ലച്ചിലേക്ക് കാലെടുത്ത് ഇവിടെ മെല്ലെ ചുമ്മാ വെക്കുകയാണ്. ആദ്യം ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഞാൻ ചലനം നൽകി. ഓക്കെ, ആക്സിലറേഷൻ കുറച്ച സമയത്ത് ക്ലച്ച് ചവിട്ടി, ഫോർത്ത് ഇട്ടു, ക്ലച്ച് എന്ന് റിലീസ് ചെയ്തു. കണ്ടോ? എന്നിട്ട് വീണ്ടും നമുക്ക് ആക്സിലറേഷൻ കൊടുത്ത് പോകാം. ഇനി ഗിയർ ഡൗൺ ചെയ്യണമെന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കുക, എൻ്റെ കാല് ഇവിടെ ഇറക്കം കൂടിയ റോഡാണ്, ഇവിടെ ഒരു വളവുണ്ട്. ബ്രേക്ക് വന്ന് വണ്ടി സ്ലോ ചെയ്യുന്നതിനോടൊപ്പം നേരത്തെ ക്ലച്ചിലേക്ക് കാലെടുത്ത് വെച്ചു, വളവിനോട് അടുത്ത് വന്നപ്പം തേർഡ് ഗിയർ കൊടുത്തു, ക്ലച്ച് എന്ന് റിലീസ് ചെയ്തു. അപ്പോൾ ആ ഗിയറിന്റെ പിടുത്തം വന്നു, പിന്നെ ബ്രേക്ക് മാത്രം മതി. മനസ്സിലായോ? ഒരു ഗിയറിന്റെ പിടുത്തം ഇറക്കത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ക്ലച്ച് താങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ബ്രേക്ക് വന്നുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ചെറിയ വളവുകൾ തിരിയാം. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ തേർഡ് ഗിയർ പോകുന്നതുകൊണ്ട് എൻ്റെ കാല് ബ്രേക്ക് മതി. ഇനി കുത്തനെയുള്ള ഒരു ഇറക്കമാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ബ്രേക്ക് വന്നുകൊണ്ട് ഒരു ഗിയറും കൂടെ ഡൗൺ ചെയ്ത് നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ക്ലച്ചിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപകടം വരാതിരിക്കാനായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാനിങ്ങനെ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരുവാണ്, ചെറിയൊരു വളവ് തിരിഞ്ഞ് ഇങ്ങനെ വരുവാണ്, ഇറക്കം കൂടിയൊരു റോഡാണ്. എന്നാൽ മുന്നിലേക്ക് ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ റോഡ് ഇടുങ്ങുന്നു, ഇടത്തെ സൈഡിലേക്ക് ഒരു വളവും കൂടെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ബ്രേക്കിനോടൊപ്പം ക്ലച്ചിലേക്ക് പതിയെ കാല് വന്നിട്ട് നമ്മൾ ബ്രേക്ക് കൂടുതലായിട്ട് അമർത്തി കൊടുക്കേണ്ട സാഹചര്യമാണെങ്കിൽ ഇവിടെ ക്ലച്ചും കൂടെ ചവിട്ടി അങ്ങ് താഴ്ത്തി കൊടുക്കുക. എന്നിട്ട് ബ്രേക്ക് കൺട്രോൾ ചെയ്ത് പതിയെ ഇങ്ങനെ തിരിയുക. ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ വണ്ടി ഓഫ് ആകാതെ ഇതുപോലെയുള്ള വളവുകൾ നമുക്ക് തിരിഞ്ഞു വരാം. ചെറിയ വീതി കുറഞ്ഞ റോഡാണെങ്കിൽ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് വണ്ടി സ്ലോ ചെയ്ത് വരിക. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ ഒരു റൈറ്റ് ഹാൻഡ് എടുക്കുകയാണ്. നിങ്ങൾ നോക്കിക്കേ, എൻ്റെ കാല് ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ടുണ്ട്. ബ്രേക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ റൈറ്റ് ഹാൻഡ് എടുക്കുകയാണ്. കണ്ടോ? അപ്പോൾ നമുക്ക് അപകടമില്ലാതെ ചെറിയ വളവുകളും തിരിവുകളും ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ടും ഇടുങ്ങിയ സ്പേസുകളാണെങ്കിൽ, നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇടുങ്ങിയ റോഡിലുള്ള വളവുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ക്ലച്ച് ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് എപ്പോഴൊക്കെ നമ്മളുടെ വാഹനം തീർത്തും സ്ലോ ആകുന്ന ഒരു സിറ്റുവേഷൻ വന്നോ അവിടെ നിങ്ങൾ ബ്രേക്ക് മാത്രം ഉപയോഗിക്കരുത്, പ്രോപ്പറായിട്ട് നിങ്ങളുടെ കാല് ക്ലച്ചിലേക്ക് വന്നിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.